എന്താണ് ബദർ, എന്തിനായിരുന്നു ബദർ, ബദർ നൽകുന്ന സന്ദേശം എന്താണെന്നില്ല. രണ്ട് വിശ്വാസധാരകൾ തമ്മിലുള്ള സംഘടനമായിരുന്നു മുസ്ലിങ്ങളുടെ വിശ്വാസം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്തും ഇന്നും സർവശക്തനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നതാണ്. സത്യനിഷേധികളായ അന്നത്തെ ഭൗതിക വിശ്വാസികളും അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിരുന്നു. ബോധപൂർവമാണ് പറയുന്നത്. അള്ളാഹുവിനെ ആരാധിക്കുന്നവരായിരുന്നു അബൂജഹൽ അടക്കമുള്ള ആളുകൾ. മുസ്ലിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ. എന്തിന്റെ വ്യത്യാസമുള്ളത്? മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പ്രവാചകനും പ്രവാചകന്റെ അനുചരന്മാരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരായിരുന്നു. അബൂജഹലും ഇക്രിമത്ത് അടക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലെ ഭൗതിക വിശ്വാസികൾ അള്ളാഹുവിനെയും ആരാധിക്കും, അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കും. ഇതാണ് വ്യത്യാസം. അവർ അള്ളാഹുവിനെ അംഗീകരിച്ചു. വിശുദ്ധ ഖുർആനിൽ കാണുന്നത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാ എന്ന് അവരോട് നീ ചോദിച്ചാൽ അവർ പറയുന്ന സൂര്യനെയും ചന്ദ്രനെയും നിയന്ത്രിക്കുന്നത് കീഴ്പ്പെടുത്തിയത് ആരാന്ന് ചോദിച്ചാൽ അവരും പറഞ്ഞിരുന്ന മറുപടി അവർ തന്നെയാണ്. അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമായിരുന്നു. ഈ ബദറിലേക്ക് പോകുന്ന രംഗത്ത് കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹലിന്റെ പ്രാർത്ഥനയുണ്ട്, ബൗദ്ധ വിശ്വാസികളുടെ പ്രാർത്ഥനയുണ്ട്. ആരുടെ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട്. എന്താണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? പടച്ചവനെ സത്യത്തിന്റെ വിഭാഗത്തിൽ വിജയിപ്പിക്കണേ. ആരുടെ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട്. പിന്നെ എന്തിനെ അവരോട് യുദ്ധം ചെയ്തത്? അവർ അള്ളയല്ലാത്തവരോടും ആരാധിക്കുന്നത് കുഴപ്പമില്ല എന്ന് വിശ്വസിച്ചു.